ദേ റംബൂട്ടാനൊക്കെ പൂത്ത് നിൽക്കണണ്ട. വീണ്ടും ഓസ്ട്രേലിയയിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ ഫുള്ളി ഫർണിഷ്ഡ് വീട് ഒരെണ്ണവും കൂടി. പുള്ളിയൊക്കെ കണ്ട ബാക്കിലേക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടട്ടാ. നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചൊരു വീടാണ്. കണ്ട ഇതേ കുറച്ച് പെയിൻറ്റിങ് ചെയ്യാനുള്ളൊരു കുറവുണ്ടല്ലോ ആദ്യമേ തന്നെ പറയണേന്. കാരണം ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യുക. കാരണം ഇവരിവിടെ താമസമില്ല, ഇവർ ഓസ്ട്രേലിയയിലാണ്. നമുക്കാണെങ്കിൽ ഈടായിട്ട് കുറേ ഓസ്ട്രേലിയക്കാരുടെ വീട് വന്നായിരുന്നു. കാരണം വിദേശത്തുള്ളവരുടെ വീടാണ് നമുക്ക് ഈടായിട്ട് കൂടുതലും വരുന്നത്. പിന്നെ നമ്മൾ സ്ഥലം കൂടുതലുള്ള വീടുകളാണ് കൂടുതലായിട്ടും ചെയ്യണത്. കാരണം നാളെ ഒരിക്കൽ ഡിസ്പോസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടം വരരുത്. സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നഷ്ടം വരില്ല. എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഉണ്ടോ വീടിൻ്റെ പുറകിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നോക്കി ഉണ്ട്. ഇവിടെ എങ്കിൽ ജാതി, മാവ്, പ്ലാവ്, തെങ്ങ്, പുളി എന്ന് വേണ്ട അത്യാവശ്യം എല്ലാ ഇതുണ്ട്. ഇത് ബാക്കിലൊരു വർക്ക് ഏരിയ കണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്യാൻ അവിടെ നിന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുക. കാരണം ഇവിടെ വെയിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വെറുതെ ചുമ്മാ ഇരിക്കണമെങ്കിലൊക്കെ പുറകിലൊക്കെ വന്നിങ്ങനെ ഉണ്ട് പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാനുള്ളൊരു സെറ്റ്. ഇതേ സിറ്റ് ഔട്ട് ചാരുവടിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു എന്താ പറയണ നേരത്തെ കേരള സ്റ്റൈൽ വീട്. ശരിക്കും കേരള സ്റ്റൈൽ വീടെന്ന് പറഞ്ഞാൽ ഇതാണ്. കൂരയും അതുപോലെ തന്നെ ചാരുവടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ് ലിവിങ് ഏരിയ തന്നെ. ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം അടക്കമുണ്ടാണ് ഈ വീടിൻ്റെ വിൽപ്പന. ഇപ്പം നമ്മൾ കുറേ വീടിൻ്റെയൊക്കെ ലൊക്കേഷൻ പറയണമെന്നൊക്കെ പരാതിയുണ്ട്. അത് ചില വീട്ടുകാർ ലൊക്കേഷൻ പറയണ്ടെന്ന് പറയും. കാരണം അവർക്കതങ്ങനെ പുറത്തറിയിക്കാൻ താല്പര്യമില്ലാണ്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അഥവാ എങ്ങനെ എന്തെങ്കിലും ഒരു ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ഇടുക. എത്ര രാത്രിയായാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ഇട്ടിരിക്കും. ഡൈനിങ് ടേബിള്, വാഷ് കൗണ്ടർ ഏരിയ. വീടെന്ന് വെച്ചാണെങ്കിൽ നല്ല സൗകര്യമുള്ളൊരു വീടാണ്. നല്ല വലിപ്പമുണ്ട്. ഇവിടെ ഒരു ഓഫീസ് റൂമുണ്ട്, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതൊരു ഓഫീസ് റൂമായിട്ട് സെറ്റ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ. ബെഡ്റൂമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ റൂമടക്കം താഴത്തെ ഫ്ലോറിൽ മാത്രം 3 ബെഡ്റൂമുണ്ട്. നമുക്കൊരേ ബെഡ്റൂമായിട്ട് കാണാം. പിന്നെ നേരെ തന്നെ ഒരു കോമൺ ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കോമൺ ബാത്റൂം കൊടുത്തേക്കണം. വീടെന്ന് വെച്ചാണെങ്കിൽ പക്കാ ക്വാളിറ്റി വീടാണ്. അധികം പഴക്കവും ഇല്ല. ഫ്ലോറ് കംപ്ലീറ്റ് ഗ്രാനൈറ്റാണ് ഇട്ടേക്കണം. കാരണം ഇതൊക്കെ കാശ് നോക്കാണ്ട് പണിതേക്കണ വീടുകളാണ്. എന്ന് വെച്ചാൽ അവർ ഒരുപാട് വിലയും ചോദിക്കണില്ല. ഇതേ ഫസ്റ്റ് ബെഡ്റൂം ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടെയുണ്ട് ഈ വീടിൻ്റെ വിൽപ്പന. ഇവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ അവിടെ സെറ്റ് ചെയ്യാറുണ്ട്. ഒരു ടേബിളും കൂടി സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് അതിൻ്റെ ബാത്റൂം. എൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തത്. മറ്റേതും കൂടി കൂട്ടണമെങ്കിൽ മൂന്നാമത്തത്, അല്ലെങ്കിൽ രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ചെയ്യും. ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. വലിയ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെയാണ് ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തേക്കണം. വേണ്ട, ഇതും വലിയൊരു റൂമാണ്. റൂമൊന്നും ചെറുതില്ല കേട്ടോ. കാരണം അതുപോലെയാണ് ഈ വീടിൻ്റെ വലിപ്പം. അപ്പോൾ അത് കാരണം ഈ കബോർഡൊക്കെ പുതിയതാണ്ടത്. എല്ലാ റൂമിലും എ സിയും ഉണ്ട്. എ സി എല്ലാ കാര്യവും നിങ്ങളൊന്നും വാങ്ങിക്കണ്ട, എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾ വന്ന് താമസിച്ചാൽ മതി. അതേ കൂട്ടാണ്ട ഈ ഒരു ബാത്റൂമിൽ കണ്ട ബാത്ത് ടബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ അറ്റത്ത് കണ്ട ബാത്ത് ടബാണ്ട. ചില ആൾക്കാർക്ക് ടബ്ബിൽ കിടന്ന് കുളിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ നീന്തൽ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ടബ്ബിൽ കിടന്ന് കുളിക്കണം ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഞാൻ കേട്ടേക്കണം. അപ്പോൾ അവർക്ക് പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ടബ്ബിലിരുന്ന് കുളിക്കണതൊക്കെ. അപ്പോൾ അവർക്കൊക്കെ അത് ഉപയോഗപ്പെടും. ഇത് കിച്ചൺ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കിച്ചൺ കേട്ടോ, മെയിൻ കിച്ചൺ. ഇനി സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എല്ലാം നിങ്ങളാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്നും വാങ്ങിക്കണ്ട. അപ്പുറത്തല്ല ഓവനും കാര്യങ്ങളൊക്കെ അപ്പുറത്തിരുന്ന് വെച്ചിട്ടുണ്ടല്ലേ. ഓവനും മിക്സി കാര്യങ്ങളൊക്കെ അപ്പുറത്തിരിപ്പുണ്ട്. ഇനി നമുക്കിത് ഇവിടെ നിന്ന് പുറത്തോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഫ്രിഡ്ജ്. പുറത്തോട്ട് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടേക്കണ പറമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്ക് മുകളിലോട്ട് കയറാം.
മുകളിലുണ്ട് ഒരുപാട് സൗകര്യങ്ങൾ, അതും കൂടിയും കാണാം. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ അങ്കമാലി ടൗണിലാണ്ടാ. അങ്കമാലി ടൗണിനടുത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ. അങ്കമാലി ടൗണിലോട്ട് 1 കിലോമീറ്ററേ ഉള്ളൂ. 1 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ. അപ്പോൾ അങ്കമാലിൽ 21 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന 5 ബെഡ്റൂമുള്ള വീടും കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ബാൽക്കണി, ചാരുപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. തൊട്ടടുത്ത വീടുകളൊക്കെ നോക്കി, എല്ലാം നല്ല നല്ല വീടുകളാണ്. ഉണ്ടാ വീട് നല്ല ആകപ്പാടുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒന്ന് പെയിൻ്റ് അടിക്കണം. വീടിൻ്റെ അകത്തല്ല, പുറത്ത്. കാരണം ആ മഴക്കാലം കഴിഞ്ഞില്ല, മഴ പെയ്തപ്പോൾ ഉള്ള പായലും കാര്യങ്ങളൊക്കെയാണ്. അതൊന്ന് കഴുകി പെയിൻ്റ് അടിച്ചത്. അതായത് ഒരു 10,000 രൂപ മുടക്കിക്കഴിഞ്ഞെങ്കിൽ വീട് അടിപൊളിയായി. കാരണം മതിലും ആ ഫ്രണ്ടിലെ മതൊന്ന് ടച്ച് ചെയ്യാനുള്ളത്, വേറെ ഒന്നുമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വീട് നല്ല അടിപൊളിയായി. അപ്പോൾ ഈ 21 സെൻറ്റ് സ്ഥലത്തിന് ഇത്രയും വലിയ വീടിനൊക്കെ കൂടി ചോദിക്കണത് 2,10,00,000 രൂപയാണ്. അപ്പോൾ അങ്കമാലി ടൗണിൽ തന്നെ, ടൗണിലോട്ട് വെറും 1 കിലോമീറ്ററേ ഉള്ളൂ. ഈ വീടിന് ചോദിക്കുന്ന വില 2,10,00,000 രൂപ. അത് നെഗോഷ്യബിളാണ്. അതൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ വന്ന് വീട് കാണാം. വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ബെഡ്റൂം, അതിൻ്റെ കബോർഡൊക്കെ ഉണ്ട്. കബോർഡൊക്കെ ഈടെ ചെയ്തേണ്ട. കാരണം ഈ വീട് 2016 പണിത വീടാണ്. അപ്പോൾ ഏകദേശം 26 10 വർഷം ഇതിലോളം പഴക്കമുള്ള വീടാണ്. 10 വർഷം 9 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ 4ാമത്തെ ബെഡ്റൂം, ഓഫീസ് റൂമും കൂട്ടി 5ാമത്തെ. അതിനെയാണ് എല്ലാ റൂമിനും AC കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒന്നും നിങ്ങൾ വാങ്ങിക്കണ്ട. ഇത്രയൊക്കെയാണ് ഈ വീടിനകത്തൊരു സൗകര്യം. പിന്നെ ഇനി പുറത്ത് വേറെ കുറച്ച് സൗകര്യങ്ങളുണ്ട്. ഈ റൂമിന് മാത്രം ഒരു ബാൽക്കണി ഉണ്ട്. അതെങ്ങനെയുണ്ട് ഉണ്ടാ? ഈ റൂമിന് മാത്രമായിട്ടുള്ളതാണ് ഈ ഒരു ബാൽക്കണി. എന്നിട്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും തുണി ഉണക്കാനിടാനുള്ള സൗകര്യമൊക്കെ ഇതിന് സെപ്പറേറ്റ് ഉണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. കണ്ടോ, പൈപ്പ് ലൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, താഴത്ത് വേസ്റ്റ് വാട്ടർ പോകാനുള്ളതാണ് ആ കവർ വെച്ച് അടച്ചു വെച്ചേക്കണം. അപ്പോൾ ആ ഒരു കാര്യവും ഇവിടെ തന്നെ. ഇനി അപ്പുറത്ത് വേറെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള വേറെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഭംഗിയുള്ള വീടാണ്. നിങ്ങൾ നേരിട്ട് വന്ന് കാണണം, എന്നാലത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അത് നല്ല ഏരിയയും നല്ലൊരു വീടും. ഇവിടുത്തെ വീടുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നഷ്ടമെന്ന് പറഞ്ഞ സംഭവമില്ല. കണ്ടോ, ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മാത്രം വാങ്ങിയാൽ മതി. ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഏരിയ സെറ്റ് ഉണ്ട്. രാവിലെ തന്നെ ഇവിടുന്ന് പല്ലൊക്കെ തേക്കാം. അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത്. കണ്ടോ, ഇവിടെ നല്ല കാറ്റാണ്ട്. ഇവിടെ എത്ര ചൂട് വന്നാലും ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ കാറ്റൊക്കെ കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 21 സെൻറ്റ് സ്ഥലത്തിനും ഈ വലിയ വീട് 4-5 ബെഡ്റൂമുള്ള ഈ വീടിനും കൂടി ചോദിക്കണ വിലയാണ് ഈ 2,10. അത് നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സംസാരിക്കുക. അപ്പോൾ ഡീറ്റെയിൽ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ്.